എല്ലാവർക്കും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന പുതിയ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇത് വളരെ രസകരമായിട്ടുള്ള ചാപ്റ്ററാണ്. ഒന്ന് അല്പം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഓക്കെ, നമുക്ക് ചെറിയ ചെറിയ എക്സാമ്പിളിൽ കൂടെ നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേജ് നമ്പർ 79. ഓക്കെ, ഇതാണ് ചാപ്റ്റർ കണ്ടല്ലോ, പേജ് നമ്പർ 79. അതിലെ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു, when each side of a square is increased by 1 meter, the perimeter becomes 36 meter. What is the length of a side of the original square? അപ്പോൾ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ്, അതായത് ഒറിജിനൽ സ്ക്വയർ ആണ്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ ആണ്. അപ്പോൾ ലെറ്റ് ദ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ ബി എക്സ്. നമുക്ക് അങ്ങനെ കൊടുക്കാം അല്ലേ, ഒരു സൈഡ് നമുക്ക് പേര് കൊടുക്കാം എക്സ് എന്ന് പേര് കൊടുക്കാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, ഇത് എന്ത് ചെയ്യുന്നു, ഈ ഓരോ സൈഡും എത്ര വീതം എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. എത്രയാണ്? 1 മീറ്റർ അല്ലേ. അപ്പോൾ എക്സ് ആയിരുന്നു, അത് എത്ര മീറ്റർ ഇൻക്രീസ് ചെയ്തു? 1 മീറ്റർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഒരു സ്ക്വയർ അത് 1 മീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ എത്രയായിട്ട് മാറി? എക്സ് പ്ലസ് 1 ആയിട്ട് മാറി. മനസ്സിലായോ? ഒരു സമചതുരം. ആ സമചതുരത്തിന്റെ ഒരു ഭാഗത്ത് നമുക്ക് ഇത് പേര് കൊടുക്കാം, എക്സ് എന്ന് പേര് കൊടുക്കാം. അത് 1 മീറ്റർ കൂടുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? ഓരോ സൈഡും എക്സ് പ്ലസ് 1 ആയിട്ട് മാറും. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അതിന്റെ പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ബിക്കംസ് എന്താണ്? 36 മീറ്റേഴ്സ്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 1. അതാണ് ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അല്ലേ, ചുറ്റളവ്. ഓക്കെ, പെരിമീറ്റർ. അപ്പോൾ ഇതിന്റെ പെരിമീറ്റർ ആണെങ്കിൽ എന്ന് പറയും 4 × x എന്ന് പറയും. അപ്പോൾ ഇതിന്റെ പെരിമീറ്റർ ഓഫ് അല്ലേ, ഇതിന്റെ പെരിമീറ്റർ 4x. അപ്പോൾ ഇതിന്റെ പെരിമീറ്റർ ഓഫ് 4 × x + 1. അപ്പോൾ ഇതിന്റെ പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. 4 × x + 1 തന്നിട്ടുണ്ട്. 4 × x + 1 ഈസ് ഈക്വൽ ടു എത്ര? 36 മീറ്റർ. മനസ്സിലായോ? 4 × x + 1. 4 സൈഡുകളുടെ എന്താണ്? 1 മീറ്റർ ഇൻക്രീസ് ചെയ്തതിന് ശേഷമുള്ള പെരിമീറ്റർ ആണ് ഇത് ഈ തന്നിരിക്കുന്ന 36 മീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. ഒന്നുകിൽ ഈ 4 കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള 2നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 4 × x എന്താണ്? 4x. 4 × +1 എന്താണ്? +4 ഈസ് ഈക്വൽ ടു 36. ഇനിയാണ് 4x ഈസ് ഈക്വൽ ടു 36 + 1 4 ഈക്വൽസ് ആകുമ്പോൾ -4. 4x ഈസ് ഈക്വൽ ടു 36 - 4 32. 4 × x ആണ്. അപ്പോൾ 4നെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 32 കിട്ടും? 4 × 8. അതെങ്ങനെ കണ്ടുപിടിക്കാം? therefore x is equal to 32 divided by 4 is equal to 8. അപ്പോൾ x കിട്ടി, എത്രയാണ്? 8. മനസ്സിലായോ? അപ്പോൾ x, അപ്പോൾ ഇതാണ് x. എത്രയാണ്? 8 ആണ് x. ഒരു സൈഡ് എത്രയാണ്? 8. അപ്പോൾ x + 1 8 + 1 അപ്പോൾ എത്രയായി? 9 9 9 9 4 9 വരുമ്പോഴാണ് എത്ര വരുന്നത്? 36 വരുന്നത് അല്ലേ. 9 + 9 18 18 + 9 27 27 + 9 എന്താണ്? 36. അതാണ് അതിന്റെ പെരിമീറ്റർ. അതിനേക്കാൾ നമ്മൾ തുടങ്ങി 4 × 9 അതാണ് ഇത് 36. ഇവിടെയാണെങ്കിൽ പെരിമീറ്റർ 4 × 8 ഈസ് ഈക്വൽ ടു 32. അപ്പോൾ ആദ്യത്തെ സ്ക്വയറിന്റെ ഫസ്റ്റ് ഉണ്ടായിരുന്ന സ്ക്വയറിന്റെ പെരിമീറ്റർ ഉണ്ടായിരുന്നു 32 ആയിരുന്നു. അത് 1 മീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ അത് എത്രയായിട്ട് മാറി? 8 എന്നുള്ളത് 9 ആയിട്ട് ഒരു സൈഡ് മാറുന്നു. അപ്പോൾ ആ 9നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിന്റെ 36 കിട്ടുന്നത്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഒരു സൈഡിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതിന്റെ 36 കിട്ടി. അപ്പോൾ ഇത് മനസ്സിലായോ? ഇങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് 4 × x + 1 36. ഇനി അത് ഈ ബ്രാക്കറ്റിനകത്തുള്ള താഴോട്ട് ഇറക്കുക. ഈ 4 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യാതെ 4 × x അങ്ങനെ വരാം. x + താഴോട്ട് ഇറക്കി x + 1 ഈസ് ഈക്വൽ ടു 36 ഡിവൈഡ് ബൈ 4 × ആയിക്കോട്ടെ, ഡിവൈഡ് ബൈ 4. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് x + 1 ഈസ് ഈക്വൽ ടു 36 ഡിവൈഡ് ബൈ 4 9. therefore x is equal to 9 plus 1 -1 is equal to 8. അങ്ങനെ നമുക്ക് കിട്ടും 8 കിട്ടും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ അല്ലേ. ഒറിജിനൽ സ്ക്വയർ ആദ്യം സ്ക്വയർ ഇതാണ്. അതിന്റെ ഒരു സൈഡ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പറയേണ്ടത്? 8 മീറ്റർ
എന്നാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് എടുക്കാം. ഇതൊക്കെ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. A box is to be made by cutting of a small squares from each corner of a square of a thick paper and bending upwards. The height of the box is to be 5 centimeters and volume 1/2 liter, half liter ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ക്വയർ ഷീറ്റ്, അതിൻ്റെ കോർണർ, ഓരോ കോർണർ അല്ലേ, കോർണർ അതിൻ്റെ ഓരോ മൂല, അതിൻ്റെ ഓരോ മൂലയിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഓരോ സ്ക്വയർ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തിട്ട് അല്ലേ. ഓക്കെ, അതിനുശേഷം അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ എന്തായാലും കിട്ടുക, ഇങ്ങനെയുള്ള സാധനം കിട്ടും അല്ലേ. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നു ഇതിനെ ബെൻഡ് ചെയ്തൊരു ബോക്സ് ഉണ്ടാവും. അപ്പോൾ ബെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ മടക്കും, ഇവിടെ വെച്ച് ഇങ്ങനെ മടക്കും, ഇവിടെ വെച്ച് മടക്കും, ഇവിടെ വെച്ച് മടക്കും, മേലോട്ട് അപ്വേർഡ്സ്, ഇതാണ് വേണം. അപ്പോൾ നീ ഇങ്ങനെ ബോക്സ്, അപ്പോൾ ഈ ഷീറ്റിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പെട്ടി ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ ഹൈറ്റ് എത്രയാണ്? 5. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഇവിടെ 5 ആണല്ലോ. അപ്പോൾ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ ഒന്നായിരിക്കും 5, ഇവിടെയും 5, ഇവിടെയും 5, ഇവിടെയും 5, ഇവിടെയും 5, ഇവിടെയും 5, ഇവിടെ ഇതാണ് 5. നമുക്ക് ഈ ഫിഗർ ബേസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ പോകാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് what should be the length of a side of the square sheet we start with. അപ്പോൾ നമുക്ക് തുടക്കത്തിലുണ്ടായിരുന്ന നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഷീറ്റാണ്, ആ ഷീറ്റിൻ്റെ ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഒരു സൈഡ് അല്ലേ. 2 സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ശ്രദ്ധിക്കേണ്ടത് ഈ കണ്ടുപിടിക്കേണ്ട ഈ ഭാഗം നമുക്ക്, അപ്പോൾ ഇത് മുതൽ 5 ആണെങ്കിൽ ഇവിടെ എന്താണ് 5, ഇവിടെ എന്താണ് 5. അപ്പോൾ നമുക്ക് ഇത് മുതൽ ഇത് കൊടുക്കാതെ എക്സ് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ എക്സ്, ഇവിടെ 5, ഇവിടെ 5. അതുപോലെ തന്നെ ഇപ്പുറത്തും എന്താണ്, ഇവിടെ എക്സ്, ഇവിടെ 5, ഇവിടെ 5. ഇപ്പുറത്തും എന്താണ്, ഇവിടെ 5, ഇവിടെ എക്സ്, ഇവിടെയും 5. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സൈഡ് കണ്ടല്ലോ, 5 + x + 5. അപ്പോൾ അത്ര x + 10 ആണ് ഒരു സൈഡ്. മനസ്സിലായല്ലോ എന്താണ് x + എന്താണ് ഇത്? x + 10. ഇവിടെ എന്താണ് x + 10. മനസ്സിലായല്ലോ, സൈഡ് ടു സൈഡ്. ഇതൊരു സ്ക്വയർ ആണ്, സൈഡാണ്. ഇനി അതവിടെ നിന്നോട്ടെ. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഈ ബോക്സിന്റെ വോളിയം പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞിരിക്കുന്നു? വോളിയം എത്രയാണ്? 1/2 ലിറ്റർ. 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 500 ml ആണ്, മില്ലി ലിറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ആണെങ്കിൽ ഇതൊന്നായിരിക്കും എക്സ് അല്ലേ. ഇവിടെ എന്താണ് എക്സ്, ഇവിടെ എന്താണ് എക്സ്, ഇവിടെ എന്താണ് എക്സ് അല്ലേ. ഇവിടെ എക്സ് ആണെങ്കിൽ ഇപ്പോൾ എക്സ്, ഇതെല്ലാം എന്താണ് എക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് മാർക്ക് ചെയ്യാം, എക്സ് മാർക്ക് ചെയ്യാം, എക്സ് മാർക്ക് ചെയ്യാം, എക്സ് മാർക്ക് ചെയ്യാം. ഈ ഹൈറ്റിന് 5, ഈ ഹൈറ്റിന് 5, ഇത് 5, ഇത് 5, ഇത് 5, ഇത് 5 അല്ലേ, ഇത് 5, ഇത് 5, ഇതെല്ലാം മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മേലോട്ട്. അപ്പോൾ ഈ ഭാഗത്തിന് നമുക്ക് നോക്കാം എക്സ്, ഈ ഭാഗത്താണ് എക്സ്. ഇത്രയും കാര്യങ്ങൾ പുറത്ത് വയ്ക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതാണ് ഇത് വോളിയം അല്ലേ. നമ്മൾ പണ്ട് പഠിച്ചിട്ട് ഒരു അല്ലേ ബോക്സിനെ. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് എക്സിൻ്റെ x ഇൻറ്റു 5, എക്സ് ഇൻറ്റു 5 നീളം ഗുണം വീതി ഗുണം പൊക്കം. അപ്പോൾ നമുക്ക് 5 എക്സ് ഇൻറ്റു എക്സ് എന്താണ് x² ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 500. ഇനി അടുത്ത സ്റ്റെപ്പ് x² = 500 ഡിവൈഡ് ബൈ എന്താണ് 5 ഈസ് ഈക്വൽ ടു എത്രയാണ് 100. മനസ്സിലായി? അപ്പോൾ 500 ഡിവൈഡ് ബൈ 5 എന്താണ് 100. സ്ക്വയർ വന്നാൽ എപ്പോഴും ഓർത്ത് വയ്ക്കുക, സ്ക്വയർ വന്നാൽ സ്ക്വയർ റൂട്ട് കാണുക. സ്ക്വയർ വന്നാൽ എന്ത് കാണുക? സ്ക്വയർ റൂട്ട്. 100ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 10. അപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് എത്ര കിട്ടി? 10. എക്സ് ഇവിടെ കിട്ടി 10. 10 × 10 × 5, 10 × 10
100 5 ആണ്, ഇത് 5 ആണ്. ഇത്തിരി കാര്യം മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ എക്സിൻ്റെ വാല്യൂ എത്രയായിട്ട് 10 ആണ്. ഇനി അടുത്ത് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് നമ്മൾ ആദ്യം അത് തുടക്കത്തിൽ കട്ട് ചെയ്യാൻ എടുത്ത ആ ഒരു ഷീറ്റിൻ്റെ ഒരു വശമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് എന്താ പറഞ്ഞിരിക്കുന്നു എക്സ് പ്ലസ് 10 എന്ന് പറയുന്നത് അല്ലേ. അത് എങ്ങനെയാണ് എക്സ് പ്ലസ് 10? എക്സ് പ്ലസ് 5 പ്ലസ് 5 അല്ലേ, അല്ലെങ്കിൽ 5 പ്ലസ് എക്സ് പ്ലസ് 5 നമ്മൾ പറയുന്നത് എക്സ് പ്ലസ് 10 എന്ന് പറയും. അപ്പോൾ എക്സ് ഇവിടെ എത്ര കിട്ടിയത് 10 ആണ്. 10 പ്ലസ് 10 അല്ലേ, എക്സ് പ്ലസ് 10 എന്ന് പറയുമ്പോൾ 10 പ്ലസ് 10 അപ്പോൾ അതൊട്ട് 20. അപ്പോൾ ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ 20. ഇവിടെ ഒന്നാണ് 20. മനസ്സിലായല്ലോ? എല്ലാ സൈഡും എന്തായിരുന്നു 20 സെന്റിമീറ്റർ ആ സൈഡുള്ള ഒരു സ്ക്വയർ ഷീറ്റിന്റെ കോർണറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത് 5 സെന്റിമീറ്റർ അല്ലേ സൈഡുള്ള 4 സ്ക്വയേഴ്സ് നമ്മൾ കട്ട് ഓഫ് ചെയ്തു. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബെൻഡ് ചെയ്തത് അല്ലേ. ബെൻഡിങ് അപ്വേർഡ്സ് എന്ത് ചെയ്യുന്നു നമ്മൾ എന്തുണ്ടാക്കി ഒരു ബോക്സ് ഉണ്ടാക്കി, ഒരു റെക്ടാങ്കുലർ ബോക്സ് നമ്മൾ ഉണ്ടാക്കി. മനസ്സിലായോ? അപ്പോൾ ആ ബോക്സിന്റെ ബേസ് ഓരോ സൈഡ് എത്രയായിരിക്കും എക്സ് കണ്ടല്ലോ, അതെല്ലാം സെയിം ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 10. 10 × 10 × 5 അതായത് 500. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. 20 ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഇതാണ്, വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സ്ക്വയർ ഷീറ്റ് ഈ സ്റ്റാർട്ട് വിത്ത്. അപ്പോൾ അതിൻ്റെ എത്ര എഴുതേണ്ടത് 20 ആണ് ആൻസർ. അപ്പോൾ എന്താ പറയേണ്ടത് ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ എന്താണ് സ്ക്വയർ ഷീറ്റ് ഈസ് ഈക്വൽ ടു the length of the side of square sheet alle square sheet is equal to x plus 10 ഇവിടെ x എത്ര 10 അല്ലേ. അപ്പോൾ 10 plus 10 is equal to 20 സെന്റിമീറ്റർ. യൂണിറ്റ് എഴുതാതെ ഇരിക്കണം. ഓക്കെ, കണ്ടല്ലോ നമുക്കിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം ആൻസർ അടുത്ത് ശ്രദ്ധിക്കാം. നല്ല ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, അവിടെ എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, when each side of a square was reduced by 2 meters, reduced കുറഞ്ഞു. ഓരോ സൈഡും ഒരു സ്ക്വയറിന്റെ ഓരോ സൈഡും എന്ത് ചെയ്തു 2 മീറ്റർ വീതം കുറഞ്ഞു. അപ്പോൾ എത്രയോ ഉണ്ടായിരുന്നു, ആദ്യം എത്ര ഉണ്ടായിരുന്നു എക്സ് ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഉണ്ടായിരുന്നതിൽ നിന്നും എന്ത് ചെയ്തു എത്ര വീതം കുറഞ്ഞു ഫിഗർ പറഞ്ഞോ. ആദ്യം എക്സ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ റെഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ സ്ക്വയറിലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എത്ര വീതം കുറഞ്ഞതോടെ 2 വീതം. അപ്പോൾ എക്സിന് 2 വീതം കുറഞ്ഞു. മനസ്സിലായല്ലോ? ഇനി അടുത്ത് 2 വീതം കുറഞ്ഞു. ഇനി അങ്ങനെ വന്നപ്പോൾ ദ ഏരിയ ബിക്കെയിം 49 സ്ക്വയർ മീറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്തായിട്ട് മാറി 49 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ഏരിയ സൈഡ് ടു സൈഡ് അല്ലേ, സ്ക്വയറിൻ്റെ ഏരിയ എന്നാണ് സൈഡ് ടു സൈഡ്. അത് എത്രയാണ്? അപ്പോൾ ഈ x-2നെ x-2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത് അതിൻ്റെ ഏരിയ, അതിൻ്റെ പരപ്പളവ് 49 ചതുരശ്ര മീറ്റർ കിട്ടിയത്. ഓക്കെ, അപ്പോൾ x-2 ഇൻറ്റു x-2 ഈസ് ഈക്വൽ ടു 49. ഇത് എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട്? 2 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് x-2 ദ ഹോൾ സ്ക്വയർ ആണ് 49. ഇതൊരു സിമ്പിൾ മെത്തേഡ് നോക്കാം. നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്വയർ എങ്ങനെ കൊടുത്തിരിക്കുന്നു? നമുക്ക് ഇതിനെയും എന്താക്കാം സ്ക്വയർ അല്ലേ. ഏതിന്റെ സ്ക്വയർ ആണ് 49? 7ന്റെ സ്ക്വയർ ആണ് 49 അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, x-2നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം നമ്മൾ എന്താണ് x-2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49. ഇനി ഇതിന്റെ അതേ ഫോർമുല x-2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 സ്ക്വയർ. മനസ്സിലായോ? ഈ സ്ക്വയർ ഇനി അടുത്ത നമുക്ക് വളരെ എളുപ്പമാണ് ശ്രദ്ധിച്ചിരിക്കാം. ഈ സ്ക്വയർ എടുത്ത് കളയും. അപ്പോൾ എന്തായി x-2 is equal to 7 ആയിട്ട് മാറി. therefore x is equal to 7 minus 2 അപ്പുറത്തോട്ട് കൊടുത്താവും plus 2 is equal to അതാ 9. മനസ്സിലായോ? x എന്ന് പറയുന്നത് എത്രയായിരുന്നു? 9 ആയിരുന്നു. കണ്ടല്ലോ, 9 ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന 9ൽ നിന്നും ആ x-ൽ നിന്നും അല്ലേ 9ൽ നിന്നും എത്ര മൈനസ് ചെയ്തു? 2. അപ്പോൾ എത്രയായിട്ട് മാറി 7 അല്ലേ. 9ൽ നിന്ന് 2 മൈനസ് ചെയ്തപ്പോൾ എത്രയായിട്ട് മാറി 7. 7 into 7 അല്ലേ, 7 into 7 ആണ് 49. അതായത് ഇത്
അങ്ങനെ റെഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള എന്താണ് അതിൻ്റെ ഏരിയയാണ്, അതിൻ്റെ പരപ്പളവാണ് ഇത് 49. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയായിരുന്നു അത് 9 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ? മീറ്ററാണോ സെൻറ്റിമീറ്ററാണോ പറഞ്ഞിരിക്കുന്നത്? മീറ്ററാണ്. അതിൻ്റെ യൂണിറ്റ് എടുത്തപ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ മീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ? The length of the side of the original square is equal to എന്താണ്? x അല്ലേ? x 39 മീറ്റർ. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A square ground has a 2 meter wide path all around it. ഒരു സ്ക്വയർ ഗ്രൗണ്ടിന്റെ കാര്യമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഗ്രൗണ്ട് വലിയൊരു ഗ്രൗണ്ടാണ്. നമുക്ക് ആദ്യം ഇങ്ങനെ വയ്ക്കാം, സ്ക്വയർ ഗ്രൗണ്ട് വരയ്ക്കാം. ഓക്കെ, അതിന് ചുറ്റും എന്ത് ചെയ്തു? 2 മീറ്റർ വീതിയിൽ ഒരു പാത്തുണ്ട് ചുറ്റും. ഓക്കെ, എത്ര മീറ്ററാണ്? 2 മീറ്റർ. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ ഇവിടെ 2 മാർക്ക് 2 മീറ്ററാണ് വീതി. 2 മീറ്റർ വീതി മനസ്സിലായോ? അപ്പോൾ എല്ലാം ഒന്നാക്കി 2 മീറ്റർ വീതി. ഇവിടെ ഒന്നാണ് 2 മീറ്റർ, ഇവിടെ ഒന്നാണ് 2 മീറ്റർ, ഇങ്ങോട്ടും 2 മീറ്റർ, ഇങ്ങോട്ടും 2, എല്ലായിടും ഒന്നാണ് 2 മീറ്റർ ആയില്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നു? A square ground has a 2 meter wide path around it. അതിന് ചുറ്റുമായിട്ട്, ആ ഗ്രൗണ്ടിന് ചുറ്റുമായിട്ട് ഒരു സമചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിന് ചുറ്റുമായിട്ട് 2 മീറ്റർ വീതിയിൽ എന്തുണ്ട്? ഒരു പാതയാണ്. The total area of the ground and the path is 1225 square meters. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഉൾപ്പെടെയുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും സ്ഥലത്തിൻ്റെ ഏരിയയാണ് ടോട്ടൽ അല്ലേ? 1225 മീറ്റർ സ്ക്വയർ, m സ്ക്വയർ. മനസ്സിലായോ? സ്ക്വയർ മീറ്റർ. ഓക്കെ, അപ്പോൾ മൊത്തത്തിലാണ്. എന്നിട്ട് നോക്കൂ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് അലോൺ? കണ്ടുപിടിക്കേണ്ടത് ഈ ഗ്രൗണ്ടിന് മാത്രം ഏരിയയാണ്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡ് വേണം അല്ലേ? സൈഡ് ടു സൈഡ് സ്ക്വയർ ആകുമ്പോഴത്തേക്ക് സൈഡ് സിമ്പിളാണ്. നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. സ്ക്വയർ ഓഫ് ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നതാണ് സൈഡ് ടു സൈഡ് അല്ലേ? നമുക്ക് അതിന് എക്സാം പേര് കൊടുക്കാം, എക്സിൻ്റെ എക്സാം. പക്ഷേ നമുക്ക് മൊത്തത്തിലുള്ള ഏരിയ, അതിൻ്റെ മൊത്തത്തിലുള്ള പരപ്പളവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇതല്ല വേണ്ടത്, ഇത് മുതൽ ഇതുവരെ വേണ്ടത്. നമുക്ക് നോക്കാം, ശ്രദ്ധിക്കുക. ഇത് മുതൽ ഇതുവരെ പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെ എത്ര? 2 മീറ്റർ. ഇങ്ങോട്ട് എത്ര? x മീറ്റർ. ഇങ്ങോട്ട് എന്താണ്? 2 മീറ്റർ. അപ്പോൾ ടോട്ടൽ എത്ര? x + 4 മീറ്റർ. മനസ്സിലായോ? അതുപോലെ ഇവിടെയും എന്ത് വരുന്നു? x + 4 മീറ്റർ. മനസ്സിലായോ? ശ്രദ്ധിക്കുക. ഔട്ടർ റെക്ടാങ്കിളിന്റെ പരപ്പളവ് അല്ലെ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഔട്ടർ റെക്ടാങ്കിളിന്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ എന്ത് പേരെടുത്തു? x പേരെടുത്തു. കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, ഇതിന്റെ ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സൈഡ് ടു സൈഡ് അല്ലേ? അപ്പോൾ അത് നമ്മൾ അവിടെ x മാർക്ക് ചെയ്തു അല്ലേ? ഇന്നർ റെക്ടാങ്കിളിന്റെ ഒരു സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത് x മാർക്ക് ചെയ്തു. ഇനി അതിന്റെ ഔട്ടർ റെക്ടാങ്കിൾ ഒരു സൈഡ് എന്ന് പറയുന്നതാണ് x + 4. എങ്ങനെ കിട്ടി? ഇങ്ങോട്ട് 2 മീറ്റർ വൈഡ് അല്ലേ? ഇങ്ങോട്ടും 2 മീറ്റർ അല്ലേ? ഇത് വിധത്തിലുള്ള പാത്താണ്. അപ്പോൾ 2 + 2 + x ആണ് ഇത്, x + 4. ഇത് കാര്യം മനസ്സിലായോ? ഇനി അതിന്റെ ഏരിയ ഇതിന്റെ x + 4 × x + 4 x + 4 × x + 4 × x + 4. അതാണ് ഇത് 1225. പഴയതുപോലെ നമുക്ക് ചെയ്യാം. 2 പ്രാവശ്യം എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? x + 4 ഹോൾ സ്ക്വയർ കൊടുത്തു. ഇതിന്റെ റൂട്ട് തട്ടിക്ക് അങ്ങോട്ട് പോവാം. ഇതിന്റെ റൂട്ട് 35 ആണ് കേട്ടോ, കൊടുത്തോട്ടെ. 35 സ്ക്വയർ. നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഞാൻ പറഞ്ഞു തരും. അത് അടുത്ത ചാപ്റ്ററിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം. സ്ക്വയർ പോയി. ഇനി അടുത്തതാണ് x + 4 = 35. യഥാർത്ഥത്തിൽ ഇത് വെറും 35 അല്ല, പ്ലസോ മൈനസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ 7 അല്ലേ? -7 × -7 എന്നാണ്
പ്ലസ് 49. 7 into 7 എന്നാണ് 49. അപ്പോൾ ഒരു ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എപ്പോഴും ആയിരിക്കും ഒരു പോസിറ്റീവോ നെഗറ്റീവോ നമ്പർ ആയിരിക്കും. മനസ്സിലല്ലോ, പ്ലസോ മൈനസോ ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ പോകണ്ട, ഇത് തൽക്കാലം ഇപ്പം ഇങ്ങനെ പഠിക്കുക. പരീക്ഷയ്ക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ളത് പറയുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 4 into 34 ഇതാണ്. therefore x is equal to 35 plus 4 അപ്പുറത്തോ മൈനസ് 4. അപ്പോൾ 35 ൽ നിന്ന് 4 മൈനസ് 31. കണ്ടല്ലോ, x plus 4 is equal to 35. therefore x is equal to 35 plus 4 അപ്പുറത്ത് പോകുമ്പോഴതോ മൈനസ് 4 is equal to 31. ഈ 31 എന്നുള്ളത് എന്താണ്? ഇതാണ് x ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം എത്രയാണ്? 31. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട്. എവന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഗ്രൗണ്ടിന്റെ ഏരിയയാണ്. അപ്പോൾ എഴുതുക ഏരിയ of the ground. Ground is equal to side into side, x into x. അല്ലേ, x into x. x എത്രയാണ്? 31. 31 into 31. അപ്പോൾ എത്ര ആൻസർ? 961 സ്ക്വയർ മീറ്റർ ആകണം. നോക്കുക, 31 into 31 അല്ലേ, 961. ഇതാണ് ആൻസർ. കേട്ടല്ലോ, സിമ്പിൾ അല്ലേ? ഇതാണ് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇതിനകത്ത് എടുക്കാൻ പോകുന്നത്. ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, അടുത്ത ചാപ്റ്റർ, അതിനടുത്ത ക്വസ്റ്റ്യൻ. The square of a term in the arithmetic sequence 258 is 2500. What is its position? അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു സമാന്തര ശ്രേണിയാണ്. ആ സമാന്തര ശ്രേണി എന്താണ്? 2, 5, 6 അങ്ങനെ പോയി എത്രയോ അവസാനിക്കും. അതാണ് എൻ്റെ ടേം. അങ്ങനെ അവസാനിക്കുന്ന ആ ടേമിൻ്റെ സ്ക്വയർ, ഇവിടെ ഇപ്പോൾ 10 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 100. ഇവിടെ 15 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 225. ഇവിടെ 25 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 625. ഇവിടെ 70 ആണെങ്കിൽ അവസാനിക്കുന്ന അതിൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 4900. ഇവിടെ 50 ആണ് അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 2500. അപ്പോൾ ഇവിടുത്തെ ആൻസർ, അതിൻ്റെ ലാസ്റ്റ് ടേം എന്താണ്? 50 ആണെന്ന് മനസ്സിലാക്കുക. കേട്ടോ, അപ്പോൾ അവിടെ 256 അങ്ങനെ ലാസ്റ്റ് ഏത് തീർന്നു? 50. അപ്പോൾ 50യുടെ സ്ക്വയർ ആയിരുന്നു ഏത്? 2500. ഇത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല. ഈ 50 എന്ന് പറയുന്ന നമ്പർ എത്രാമത്തെ ടേമാണ് ഈ സീക്വൻസിൽ, ഈ സീരീസിലെ എത്രാമത്തെ ടേമാണ്, എത്രാമത്തെ പദമാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? Tn is equal to a plus n minus 1 into t. ഓക്കെ, അപ്പോൾ Tn ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് തന്നിരിക്കുന്നത്? Tn എന്താണ് തന്നിരിക്കുന്നത്? 50. അതുകൊണ്ട് ഫോർമുല നമ്മൾ തിരിച്ചു a plus n minus 1 into d is equal to എത്ര? Tn എന്താണ്? 50. a എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ് 2 പ്ലസ് n, അതാണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ പൊസിഷൻ എത്രാമത്തെ ടേം ആണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n നമുക്ക് അറിയണം. n minus 1 into d, കോമൺ ഡിഫറൻസ്. d എന്താണ്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്താ കാണാൻ പറ്റും? സെക്കൻഡ് ടേമിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? ഫസ്റ്റ്. അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് മൈനസ് ചെയ്യുക? സെക്കൻഡ് ടേം. അല്ലെങ്കിൽ ഫോർത്ത് ടേമിൽ നിന്ന് മൈനസ് ചെയ്യുക? തേർഡ് ടേം. ഇവിടെ നമുക്ക് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. 5 minus 2 എത്ര? 3 is equal to 50. ഇതിനകത്ത് ചെയ്യേണ്ടത് 2 പ്ലസ് ഈ വെളിയിൽ കിടക്കുന്ന 3 എന്നുള്ള കോമൺ ഫാക്ടർ, അതുകൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 into n എന്താണ്? 3n. 3 into minus 1 എന്താണ്? -3 is equal to 50. ഇനി അടുത്ത് വേരിയബിളുള്ള ഈ ടേമിനെ നമുക്ക് എന്ത് ചെയ്യാൻ? താഴോട്ട് ഇറക്കാം. 3n താഴോട്ട് ഇറക്കി എഴുതി -3 + 2 അല്ലേ? -3 + 2. ഡിഫറൻറ്റ് സൈൻസ് വന്നാൽ നമ്മൾ എന്ത് കാണും? ഡിഫറൻസ് കാണും അല്ലേ? വ്യത്യസ്ത ചിഹ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് കാണും? വ്യത്യാസം കാണും. അപ്പോൾ 3 ൽ 2 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 അല്ലേ? ഡിഫറൻസ് എന്താണ്? 1 ഗ്രേറ്റർ സൈൻ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നു ഡിഫറൻസ് കണ്ടിട്ട് നമ്മളത് വലുതിൻ്റെ സൈൻ കൊടുക്കും. അപ്പോൾ എന്താണ്? ഈ രണ്ടിൽ വലുതാണ് മൈനസ് അല്ലേ? 3യുടെ സൈനാണ് കൊടുക്കേണ്ടത്. -1 ഈസ് ഈക്വൽ ടു 50.
ഇനി വീണ്ടും ഈ വേരിയബിൾ ടേമിനെ താഴോട്ട് ഇറക്കി ഈസിക്കൽ 50 -1 അപ്പുറത്ത് കൊണ്ടുപോയി +1 വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു താഴെ ഇറക്കി +50 +1 എന്താണ് 51 3 into n ആണ് 51 3യെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 51 കിട്ടും അപ്പോൾ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ ഡിവിഷൻ അല്ലേ അത് ഓർത്തോണം therefore n 51 divided by 3 is equal to 17 എത്ര ആൻസർ 17 17 ആണ് ഇവിടുത്തെ ആൻസർ നമ്പർ ഓഫ് ടേംസ് അപ്പോൾ എത്ര ടേംസ് ഉണ്ട് ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട് 17 ടേംസ് ഉണ്ട് 2 5 6 അടുത്തത് 9 പിന്നെ 12 അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് എത്ര വരും 47 അവസാനമാണ് നമുക്ക് വരുന്നത് 16ാമത്തെ ടേം 47 അടുത്ത 17ാമത്തെ ടേമാണ് 50 എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 50 is the 17th term in this sequence okay അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഈ 50 അയ്യോ സോറി അതെ 50 എന്ന് പറയുന്നത് 50 അല്ലേ 50 is the 17 അല്ല സോറി 50 എന്ന് പറയുന്നത് 50 എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന എന്താണ് സീക്വൻസിലെ എത്ര 70th term ആണ് അല്ലേ 50 is the 70th term in this sequence okay സിമ്പിൾ അല്ലേ സിമ്പിൾ ആണ് അല്ലാന്ന് പറഞ്ഞാലും അത് ആണ് സിമ്പിൾ ഓക്കെ അപ്പോൾ എഴുതാം എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കോളൂ വാട്ട് ഈസ് ഹിസ് പൊസിഷൻ അപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി എന്താണ് എഴുതുന്നത് 50 തന്നിട്ടുള്ള ശ്രേണിയിലെ 17ാമത്തെ പദമാണ് നിങ്ങൾ എന്താ പറയേണ്ടത് 50 ഈസ് ദ 70th term in this sequence സിമ്പിൾ അല്ലേ സിമ്പിൾ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ 2000 rupees വാസ് ഡെപ്പോസിറ്റഡ് ഇൻ എ സ്കീം ഒരു സ്കീമിൽ ഒരാൾ കൊടുത്ത് 2500 രൂപ ചെയ്തു ഡെപ്പോസിറ്റ് ചെയ്തു ഓക്കെ എന്നിട്ട് ഇൻ വിച്ച് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി അപ്പോൾ ആ സ്കീം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് നമ്മൾ കൂട്ടുപലിശ അല്ലേ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു സ്കീമിലാണ് അയാൾ കൊണ്ടുവന്ന് 2500 രൂപ കൊണ്ടുവന്ന് സോറി 2000 രൂപ കൊണ്ടുവന്ന് ഇതിരിക്കുന്നു ഡെപ്പോസിറ്റ് ചെയ്തത് ആഫ്റ്റർ 2 years 2 വർഷങ്ങൾക്ക് ശേഷം the amount in the account was 2205 rupees അല്ലേ ആദ്യം കൊണ്ടുവന്ന് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത അമൗണ്ടിന് നമുക്ക് പി എന്ന് കൊടുക്കാം എന്താ പേര് പി is equal to എത്ര 2000 ആഫ്റ്റർ 2 years എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര 2 NPN ഇനി അടുത്തത് എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തിന് ശേഷം അയാളുടെ അക്കൗണ്ടിൽ 2205 രൂപ അതായത് അമൗണ്ട് എന്ന് പറയുന്നത് പി പ്ലസ് ഐ ആണ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ളതാണ് അമൗണ്ട് എന്ന് പറയുന്നത് എത്ര 2205 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആറാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇത്തിരി കാര്യം മനസ്സിലായോ നമ്മൾ പണ്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് എ അമൗണ്ട് കണ്ടുപിടിക്കണം ഫോർമുല പി ഇൻടു 1 + r/100 ഹോൾ റൈസ് ടു n ഇത് പഠിച്ചു വെക്കുക ഈ ഫോർമുല ചെയ്യുക ഓക്കെ നമുക്ക് ഇത് ഇങ്ങോട്ട് എഴുതാം എ തന്നിരിക്കുന്നത് തിരിച്ചിടാം പി ഇൻടു 1 + r/100 the whole raised to n is equal to a എത്ര 2205 p എത്ര വന്നിരിക്കുന്നു 2000 into 1 plus rate of interest r എത്ര അറിഞ്ഞൂടാ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് r അറിഞ്ഞൂടാ r/100 പോലെ എഴുതി ബ്രാക്കറ്റ് 2 മോളിൽ n വരത്ര 2 കൊടുത്തു is equal to ഈ ആൻസർ 2205 അത് ഇനി അടുത്ത് ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു 2000 എഴുതി ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ഇതിൽ മിക്സഡ് ഫ്രാക്ഷൻ ആണെന്ന് വെക്കുക അതായത് 3 and 1/4 എന്നൊരു ക്വസ്റ്റ്യൻ ആണ് വെക്കുക 3 and 1/4 ഇത് എന്താ എങ്ങനെ എന്ത് ചെയ്യും നമ്മൾ 3 and 1/4 അങ്ങനെ വായിക്കും 3 and 1/4 ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അതിനർത്ഥം എന്താണ് 3 + 1/4 ആണ് 4 into 3 ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 എന്ത് ചെയ്യും ആഡ് ചെയ്യും അപ്പോൾ 4 into 3 12 plus 1 എന്താണ് 13/4 ഇതാണ് ആൻസർ അതുപോലെ 100 into 1 എന്താണ് 100 പ്ലസ് എന്താണ് r അപ്പോൾ 100 plus r ഡിവൈഡ് ബൈ 100 എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും അപ്പോൾ മുകളിൽ സ്ക്വയർ കൊടുത്തു ഈസ് ഈക്വൽ ടു 2205 ഇനി അടുത്ത് ചെയ്യുന്നത് ഇവിടെ താഴോട്ട് ഇറക്കുക
100 plus r divided by 100, the whole square is equal to 2205. ഇത് ഈ 2000 ഇൻറ്റു എന്നല്ലേ വായിച്ചത്, അതുകൊണ്ട് ഇതിനെ അടിയിൽ കൊടുത്തു. ഓക്കെ, ഡിവൈഡ് ബൈ 2000. ഇത് നമുക്ക് ചെയ്യേണ്ടത്, ഇത് നമുക്ക് 5 കൊണ്ട് പിടിക്കും. 5 കൊണ്ട് വെട്ടുമ്പോഴേ 22 5 4 times. ഇതിൽ ബാലൻസ് എത്രയുണ്ട്? 2. ആ 2 എടുത്ത് 0യുടെ മുമ്പ് ഇട്ടു അല്ലേ? 0യുടെ മുമ്പിൽ 2 കൊടുക്കുമ്പോൾ എത്രയായിട്ട് മാറി? 20. ആ 20യിൽ വീണ്ടും നമ്മൾ ചോദിക്കുക 5 എത്ര ടൈംസ്? 4 ടൈംസ്. വീണ്ടും 5. 5ൽ 5 എത്ര ടൈംസ്? എത്ര? only 1 ടൈം അല്ലേ? 441. അപ്പോൾ 5 കൊണ്ട് 2225നെ 5 കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 441. ഇനി അതുപോലെ 2000 ഇവിടെ എത്ര കൊണ്ടാണ് വെട്ടിയത് അത് കൊണ്ട് തന്നെ ഇവിടെ വിടുക. 20 നമ്മൾ 5 കൊണ്ട് വെട്ടി എത്ര? 4 ടൈംസ്. ഇവിടെ ബാക്കി എത്ര 0 ഉണ്ട്? ടൈംസ്. അത് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തോട് ചെയ്യേണ്ടത് 441. എന്താണ് 441? 441 എന്ന് പറഞ്ഞാൽ 21 സ്ക്വയർ ആണ്. ഇനി അടുത്ത 400 എന്ന് പറഞ്ഞാൽ എന്താണ്? 20 സ്ക്വയർ. 21 into 21 ആണ് 441. 20 into 20 ആണ് 400. അപ്പോൾ ഇനി ചെയ്യേണ്ടത് 441ന്റെ സ്ക്വയർ എടുക്കുക അല്ലേ? സ്ക്വയർ എടുക്കുക. 21 സ്ക്വയർ ഡിവൈഡ് ബൈ എത്ര? 20 സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ഇതുപോലെ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഇവിടെ 100 plus r by 100 the whole square. ഇവിടെ അതിന് പകരം 21 by 220 the whole square. നമുക്ക് ഇനി ഇവിടെ എടുക്കാം. 100 plus r by 100 is equal to, നമ്മൾ സ്ക്വയർ എടുത്ത് മാറ്റി സ്ക്വയർ പറഞ്ഞു നമ്മുടെ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോയി. ഇനി ഇവിടെ എന്താണ്? 21 by 20 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇതുകൊണ്ട് അതായത് 20 into 100 plus r is equal to 21 into 100. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ 100 plus r നമ്മൾ താഴെ എന്ത് ചെയ്തു? 21 into 100 divided by ഈ 20 നമുക്ക് 100 20 വെട്ടി 5 times. 100 plus r is equal to 21 into 5 that's 105. Therefore r is equal to 105 plus 100 minus 100 is equal to 5%. മനസ്സിലോ? അപ്പോൾ റേറ്റ് ഓഫ് ആർ കിട്ടി നമുക്ക്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ എന്താണ്? 5. അപ്പോൾ ഇവിടെ എഴുതാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താണ്?